പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം LDF-നുള്ളിൽ പരസ്യമായ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് നീളുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നിലപാടിനെതിരെ CPI മുഖപത്രമായ ജനയുഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി എഴുതിയ ലേഖനമാണ് പുതിയ വിവാദത്തിന് വഴിവെച്ചത്. മുന്നണി രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട മര്യാദയും ധാർമ്മികതയും പിണറായി വിജയന്റെ പ്രസ്താവനയിൽ ഉണ്ടായില്ലെന്നാണ് ലേഖനത്തിലെ വിമർശനം. ഇതിന് പിന്നാലെ CPIക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി. മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം CPI രാഷ്ട്രീയ മര്യാദ ലംഘിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ടതിന് പകരം പത്രങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്നതാണ് CPIയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ശിവൻകുട്ടി തിരിച്ചടിച്ചു. ഇതോടെ നിയമസഭയിലെ പ്രതിപക്ഷ നേതൃത്വവുമായി ബന്ധപ്പെട്ട ഒരു പദവി തർക്കം മാത്രമല്ല, LDF-ൽ തീരുമാനമെടുക്കേണ്ടത് എങ്ങനെ, മുന്നണിയിലെ വലിയ പാർട്ടിയും ചെറിയ പാർട്ടികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, കൂട്ടായ നേതൃത്വത്തിന്റെ പരിധി എന്താണ് എന്നതടക്കമുള്ള അടിസ്ഥാന രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ LDF-ന്റെ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി CPI ഉന്നയിച്ചത്. മുന്നണിയിലെ കൂട്ടായ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നാണ് CPIയുടെ വിശദീകരണം. CPIയുടെ നിർദ്ദേശം വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. ഉപനേതാവിനെ നിശ്ചയിച്ച് സ്പീക്കർക്ക് കത്തുകൊടുക്കേണ്ടത് ഞാനാണ്, അത് കൊടുത്താൽ ഉപനേതാവ് വരും എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. ഇതോടെ പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ അധികാരപരിധിയിലുള്ള കാര്യമാണോ, അതോ CPIയും CPM-ഉം ഉൾപ്പെടുന്ന മുന്നണി ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ട രാഷ്ട്രീയ വിഷയമാണോ എന്ന ചോദ്യം ഉയർന്നു. CPIയുടെ വിമർശനത്തിന് പിന്നാലെ വി ശിവൻകുട്ടി നടത്തിയ പ്രതികരണം LDF-ലെ ഭിന്നത കൂടുതൽ പരസ്യമാക്കി. മുന്നണിയെ ശക്തിപ്പെടുത്താൻ താൽപര്യപ്പെടാത്ത പാർട്ടിയാണ് CPI എന്നും CPIയാണ് രാഷ്ട്രീയ മര്യാദ ലംഘിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ജനയുഗത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചത് നിർഭാഗ്യകരമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സ്വീകരിച്ച നടപടി ജനാധിപത്യപരമാണെന്നാണ് ശിവൻകുട്ടിയുടെ വാദം. ഈ പദവി നേരത്തെയും CPM-ആണ് കൈകാര്യം ചെയ്തിരുന്നതെന്നും അത് മാറേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പത്രങ്ങളിലൂടെ പുറത്തു പറയുന്ന രീതിയെയും ശിവൻകുട്ടി ചോദ്യം ചെയ്തു. പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമായി തോന്നുമെങ്കിലും CPIയുടെ ലേഖനം ഉയർത്തുന്നത് അതിനേക്കാൾ വലിയ രാഷ്ട്രീയ ചോദ്യമാണ്. വലിയ പാർട്ടിയായി CPM-ന് സ്വാഭാവികമായും കൂടുതൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. എന്നാൽ മുന്നണിയിലെ മറ്റ് പാർട്ടികൾക്ക് തുല്യമായ രാഷ്ട്രീയ ബഹുമാനവും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളിത്തവും ഉറപ്പാക്കേണ്ടതുണ്ടെന്നാണ് CPIയുടെ വാദം. മറുവശത്ത് വർഷങ്ങളായി LDF-ന്റെ നേതൃത്വം CPM-നാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതൃത്വവുമായി ബന്ധപ്പെട്ട ഭരണഘടനാപരവും പ്രായോഗികവുമായ ചുമതലകൾ നിർവഹിക്കേണ്ടതുണ്ടെന്നതാണ് CPM പക്ഷത്തിന്റെ വാദം. അതിനാൽ പദവിയുടെ അവകാശവാദത്തിനപ്പുറം മുന്നണിയിലെ അധികാര സന്തുലനമാണ് തർക്കത്തിന്റെ കാതൽ. പിണറായി വിജയനെ കടന്നാക്രമിച്ച സത്യൻ മൊകേരിയുടെ ലേഖനത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ധാർമ്മികത ഇല്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയൂ. ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയമായ പൊതുലക്ഷ്യത്തിനു വേണ്ടി രൂപീകരിക്കുന്ന സംവിധാനമാണ് മുന്നണി. താൻ തീരുമാനിക്കും, എല്ലാം താനാണ് എന്ന ഭാവം മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന് സഹായകരമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും യോജിച്ചതുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് LDF-ൽ കൂട്ടായ പ്രവർത്തനത്തിന് CPI മുന്നോട്ട് വെച്ചതാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം. CPIയുടെ നിർദ്ദേശം വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അതിനെയെല്ലാം മറികടന്ന് പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഉപനേതാവിനെ നിശ്ചയിച്ച് സ്പീക്കർക്ക് കത്തുകൊടുക്കേണ്ടത് ഞാനാണ്, അത് കൊടുത്താൽ ഉപനേതാവ് വരും, CPIM നേതാവിന്റെ പേര് കൊടുക്കും. പ്രതിപക്ഷ ഉപനേതാവിന്റെ കാര്യം രാഷ്ട്രീയ വിഷയമാണ്. പ്രതിപക്ഷ നേതാവിന് സ്വന്തം നിലയിൽ തീരുമാനിക്കാൻ കഴിയില്ല. CPIയും CPIM-ഉം തമ്മിൽ ചർച്ചകൾ നടന്നു വരികയാണ്. രണ്ട് പാർട്ടികളുടെയും ദേശീയ നേതൃത്വങ്ങളുടെ മുന്നിലുള്ള വിഷയവുമാണ്. CPIM CPI ചർച്ചകളിൽ ഒന്നും തന്നെ പ്രതിപക്ഷ നേതാവ് കത്ത് കൊടുക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുമില്ല. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ കത്ത് കൊടുക്കുമെന്ന് പറയാൻ പ്രേരിപ്പിച്ചത് എന്താണ്? പ്രേരണ ഇടതുപക്ഷ രാഷ്ട്രീയം അല്ല എന്ന് വ്യക്തമാണ്. LDF കൺവീനർ TP രാമകൃഷ്ണൻ MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി പ്രതിപക്ഷ ഉപനേതാവ് LDF യോഗം വിളിക്കേണ്ട കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ്. തുടർന്ന് LDF യോഗം വിളിക്കാനും
മുന്നണിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതിപക്ഷ നേതാവ് വിഷയം തടസ്സമാകേണ്ട എന്ന ധാരണയായി. LDF സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിലും ആ വിഷയം ഇപ്പോൾ വരേണ്ട എന്നും ധാരണ ഉണ്ടാക്കിയിരുന്നു. രണ്ട് പാർട്ടികളുടെയും ദേശീയ സംസ്ഥാന നേതൃത്വ തലത്തിലുള്ള വിഷയം എന്ന നിലയിലാണ് കണ്ടത്. കേരള രാഷ്ട്രീയവും പ്രവർത്തനങ്ങളുമാണ് LDF സംസ്ഥാന കമ്മിറ്റിയുടെ അജണ്ടയിൽ പ്രധാനമായി ഉണ്ടായിരുന്നത്. 12 ജില്ലകളിലായി 38 തദ്ദേശ സ്വയംഭരണ സ്ഥാനങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ വിജയത്തിനായി കൂട്ടായി പ്രവർത്തിക്കുവാനും LDFന്റെ ജില്ലാ മണ്ഡലം പ്രാദേശികതല സമിതികൾ ഓഗസ്റ്റ് നവംബർ മാസങ്ങളിലായി ചേരുന്നതിനും മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തുവാനും ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ വിജയം പരമാവധി ഉറപ്പുവരുത്തുന്നതിനായി കൂട്ടായി പ്രവർത്തനങ്ങൾ നടത്തണമെന്നും തീരുമാനിച്ചാണ് LDF യോഗം പിരിഞ്ഞത്. യോഗത്തിന്റെ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവായിരുന്നു. മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു. തർക്കങ്ങൾ LDFന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകരുതെന്ന ധാരണയിൽ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകുമ്പോൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി ഏകപക്ഷീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് LDFനെ ശക്തിപ്പെടുത്താനാണോ? LDFനെ ദുർബലപ്പെടുത്താൻ ഉതകുന്ന പ്രസ്താവനയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ പ്രേരിപ്പിച്ചത് എന്താണ്? LDF എന്താണ്? മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും ധാർമ്മികതയും എന്താണ്? ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ യോജിച്ച പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം അനിവാര്യമാണ്. ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത ആവശ്യവുമാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അത്തരം സമീപനങ്ങൾ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും ധാർമ്മികതയും ദുർബലപ്പെടുത്തും. കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി ഇടപെടാൻ ശ്രമിക്കുന്ന BJP സംഘപരിവാർ സംഘടനകൾക്കാണ് അത്തരം സമീപനങ്ങൾ സഹായകരമാകുക. CPIM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയ ധാർമ്മിക വിഷയങ്ങളിൽ എടുത്ത നിലപാടുകൾ കേരളം ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ഇടതുപക്ഷ നിലപാട് ശക്തമായി ഉയർത്തിപ്പിടിച്ച് കേരളത്തിന് പിന്തുണ നൽകിയതാണ്. ഐക്യമുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം, മുന്നണികളിലെ പാർട്ടികളോട് എങ്ങനെ സമീപിക്കണം എന്നതെല്ലാം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണം. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ ജനറൽ സെക്രട്ടറിയും മഹാനായ ലോക കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ജോർജ് ദിമിത്രോവ് 1935 മുന്നോട്ട് വെച്ചതാണ് മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നണി രാഷ്ട്രീയത്തിലൂടെ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചു. ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ വിജയം വരിച്ചത് മുന്നണി രാഷ്ട്രീയത്തിലൂടെയാണ്. ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം ഏറെയാണ്. മുന്നണി രാഷ്ട്രീയത്തിന്റെ ഏറെ അനുഭവമുള്ള സംസ്ഥാനമാണ് കേരളം. ദിമിത്രോവ് ആവർത്തിച്ചു പറഞ്ഞത്, മുന്നണി യജമാനൻ ഭൃത്യൻ തമ്മിലുള്ള ബന്ധമല്ല, പാർട്ടികൾ തമ്മിൽ തുല്യമായ പങ്കാളിത്തവും സഹകരണവുമാണ് പുലർത്തേണ്ടത്. തുല്യ പങ്കാളിത്തവും പരസ്പര ബഹുമാനവും ഉണ്ടാകണം. എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ സ്വാതന്ത്ര്യത്തെയും ആശയങ്ങളെയും മാനിക്കണം. തീരുമാനങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാതെ ചർച്ചകളിലൂടെയും ധാരണകളിലൂടെയും എടുക്കണം. കമ്മ്യൂണിസ്റ്റുകാർ മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വത പ്രതിപക്ഷ നേതാവിന് ഉണ്ടായില്ലെന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ്. പിണറായി വിജയനെ കടന്നാക്രമിച്ച സത്യൻ മൊഗേരിയുടെ ഈ ലേഖനത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.